നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷൻ ആണ്. കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടോ? അതിന്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് എടുക്കണമെന്നുള്ളവർക്ക് പ്രിന്റ് എടുക്കാം. ഈ ക്ലാസ്സിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ യെസ് എന്നത് താഴെ പറഞ്ഞാൽ മതി. നോട്ട് ഞാൻ എന്തായാലും ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണം. ഈ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കും കേട്ടോ. അത് മസ്റ്റ് ആയിട്ടും താഴെ നിന്ന് കമന്റും കൂടെ ചെയ്തേക്കാം. നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ടെന്ന് എനിക്കൂടെ ഒന്ന് മനസ്സിലാവണ്ടേ. അതനുസരിച്ച് വേണം നമുക്ക് കൂടുതലായിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യാൻ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. എന്റെ പേര് അശ്വതി. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2026 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നത് ലഡാക്കിലാണ്. ലഡാക്ക്. അപ്പോൾ ഇന്ത്യയുടെ പ്രാചീന സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 2026 ഏപ്രിൽ മാസം ലഡാക്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നത്. അതായത് പുരാതന പാറകളിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രങ്ങളും അടയാളങ്ങളും, അതാണ് ഈ പെട്രോഗ്ലിഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ പെട്രോഗ്ലിഫ്? പുരാതന പാറകളിൽ കൊത്തിവെച്ചിട്ടുള്ള ചിത്രങ്ങളും അടയാളങ്ങളുമാണ്. ഇവ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെ ഒരു പാർക്ക് സ്ഥാപിക്കുന്നത്. അപ്പോ പുരാതനമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ ഒരു പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ASI, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പൊ ചോദ്യം കിട്ടിയോ? ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ലഡാക്കിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2026 ഏപ്രിൽ മാസം കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്തയിൽ എത്ര ശതമാനം വർധനവാണ് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ചത്? പദ്ധതി വായിച്ച ന്യൂസ് ആണോ നിങ്ങൾ? കഴിഞ്ഞ ദിവസങ്ങളിലെ പദ്ധതിയിൽ മെയിൻ ന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു 2%. അപ്പോ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടേതാണ് 2%. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡിയർനെസ് അലവൻസ്, DA എന്നാൽ എന്തുവാ? ഡിയർനെസ് അലവൻസ്. അപ്പോ DR എന്തുവാണ്? ഡിയർനെസ് റിലീഫ്. ഡിയർനെസ് റിലീഫ്. DADR 2% വർധനവ് വരുത്താൻ വേണ്ടി തീരുമാനിച്ചു. പണപ്പെരുപ്പത്തിൽ നിന്നുള്ള ആശ്വാസമായിട്ടാണ് ഈ ഒരു വർധനവ് നൽകിയിരിക്കുന്നത്. അപ്പൊ പണപ്പെരുപ്പത്തിൽ നിന്നുള്ള ആശ്വാസമായാണ് ഈ ഒരു വർധനവ് നൽകുന്നത്. അപ്പൊ ലഡാക്കിലാണ് പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് സ്ഥാപിക്കുന്നത് എന്ന് ഓർക്കുക. DAയിൽ എത്ര ശതമാനമാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ പെൻഷൻകാരുടെ DAയിൽ എത്ര ശതമാനം വർധനവാ കൊണ്ടുവന്നത്? 2%. 2% കിട്ടിയല്ലോ. അടുത്തതിലേക്ക് പോകാം. അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ VFA ബെപ്കോ LD ബാച്ചിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് ആണ്. മെയിൻസിന്റെ ക്ലാസ് ഈ വരുന്ന തിങ്കളാഴ്ച നമ്മൾ ആപ്പിൽ ആരംഭിക്കുന്നു. VFA ബെപ്കോ LD കോംബോ ബാച്ച് ആണ്. 2 പരീക്ഷയുടെ മെയിൻസ് എക്സാം കഴിയുന്നത് വരെ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഫീസ് വരുന്നത് 1999 ആണ്. 2 പരീക്ഷയുടെ മെയിൻസ് എക്സാം കഴിയുന്നത് എന്ന് പറയുമ്പോൾ 2026 ഡിസംബർ 31 വരെ വാലിഡിറ്റി കിട്ടുന്ന കോഴ്സാണ്. എത്രയും വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളാം. പ്രിലിംസും മെയിൻസും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ബാച്ച് മെയ് മാസം 4-ാം തീയതി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ആരംഭിക്കാനിരിക്കുന്നത് കമ്പനി ബോർഡ് LGS പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച് ആണ്. ഈ ബാച്ചിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ച്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മാസം 4. പ്രിലിംസ് 50 ദിവസം കൊണ്ട് ഞാൻ സെറ്റ് ആക്കി തരും. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻസിലേക്ക് കടക്കും. ഓക്കെ, ലിമിറ്റഡ് സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിന്റെയും വാലിഡിറ്റി എക്സാം കഴിയുന്നത് വരെ ഉണ്ടായിരിക്കും. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. എത്രയും വേഗം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കമന്റില് ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ആപ്പിലെ LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള കോച്ചിങ്ങുകൾ അവൈലബിൾ ആണ്. ആപ്പില് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. 2026 ഏപ്രിൽ മാസം ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ
പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായത് ആര്? നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, NDFC പാർട്ട് ടൈം ചെയർമാനായി നിയമിതനായത് ചലച്ചിത്ര താരം ജി കൃഷ്ണകുമാർ ആണ്. ജി കൃഷ്ണകുമാർ. അടുത്തത് ഒരു രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഹിമസേതു. വടക്കൻ സിക്കിമിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ പേരെന്താ? അടുത്തിടെ നടന്ന രക്ഷാപ്രവർത്തനമാണ് മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ ഓപ്പറേഷൻ ഹിമസേതു. ഓപ്പറേഷൻ ഹിമസേതു. അടുത്തതൊരു നിയമനം. അടുത്തിടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCLന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാ? സഞ്ജയ് ഖന്ന. അപ്പൊ 2 നിയമനങ്ങൾ പറഞ്ഞു. ജി കൃഷ്ണകുമാർ NFDCയുടെ പാർട്ട് ടൈം ചെയർമാൻ, സഞ്ജീവ് ഖന്ന BPCL ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ന്യൂസ് പേപ്പറിൽ വന്നതാണ്. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ PSC ആ ഒരു പദ്ധതി എടുത്തു വെച്ച് ചോദിക്കാറുണ്ട്. ചോദ്യം ഇതാണ്: പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയുടെ കാലാവധി ഏത് വർഷം വരെയാണ് ദീർഘിപ്പിച്ചത്? 2028 മാർച്ച് വരെ ദീർഘിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന PMGSY എന്താണ്? ഗ്രാമീണ റോഡുകൾ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. അപ്പൊ ഈ ഒരു പദ്ധതി 2028 മാർച്ച് വരെ ദീർഘിപ്പിച്ചു. അപ്പൊ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് PSC പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞു തരട്ടെ. പേനയും പേപ്പറും ഒക്കെ എടുത്ത് റെഡി ആയിക്കോ. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 2000 ക്രിസ്മസ് ദിവസം, 2000 ഡിസംബർ 25. ഡിസംബർ 25 ആരുടെ ബർത്ത്ഡേ ആണെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? വേഗം കമന്റ് ചെയ്യൂ. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്: ഡിസംബർ 25 ഏത് മുൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ്? PMGSY പദ്ധതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു അദ്ദേഹം. അത് തന്നെ ഒരു ക്ലൂ ആണ്. ഇനി പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാമീണ മേഖലകളിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ നിർമ്മിച്ച് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നതാണ്. ഏത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് ഈ ഒരു പദ്ധതി പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം. തുടക്കത്തിൽ PMGSY പദ്ധതി പൂർണ്ണമായും ആരുടെ ഫണ്ടോട് കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത്? കേന്ദ്ര ഫണ്ടോട് കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ നിലവിൽ സാധാരണ സംസ്ഥാനങ്ങളിലെ കേന്ദ്ര സംസ്ഥാന ഫണ്ട് 60:40 ആക്കിയിട്ടുണ്ട്. 60 കേന്ദ്ര സർക്കാർ വഹിക്കും, 40 സംസ്ഥാന സർക്കാർ വഹിക്കും. പക്ഷേ അവിടെ ഒരു എക്സെപ്ഷൻ ഉള്ളത്, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിമാലയൻ സംസ്ഥാനങ്ങളിലും ഇത് 90:10 ആണ്. 90% വഹിക്കുന്നത് കേന്ദ്രം തന്നെയാണ്. ഇനി PMGSYയുടെ ആദ്യഘട്ടങ്ങളിൽ സമതല പ്രദേശങ്ങളിൽ എത്ര ജനസംഖ്യയുള്ള ഗ്രാമങ്ങളെയാണ് റോഡ് വഴി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് ചോദിച്ചാൽ 500-ൽ കൂടുതലാണ്. 500-ൽ കൂടുതൽ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളെയാണ് റോഡ് വഴി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടത്. ഇനി കേരളത്തിൽ PMGSY പദ്ധതി നടപ്പിലാക്കുന്ന നോഡൽ ഏജൻസി ഏതാണെന്ന് ചോദിച്ചാൽ കേരള സ്റ്റേറ്റ് റൂറൽ റോഡ് ഡെവലപ്മെന്റ് ഏജൻസിയാണ്. കേരള സ്റ്റേറ്റ് റൂറൽ റോഡ് ഡെവലപ്മെന്റ് ഏജൻസി. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഈ പറഞ്ഞ റിലേറ്റഡ് ഫാക്ട് നിങ്ങൾക്ക് നോട്ടായിട്ട് നമ്മുടെ ഹർഷിതം എജുടെക്കിന്റെ ടെലഗ്രാം ചാനൽ വേണമെന്നുണ്ടെങ്കിൽ S എന്ന് താഴെ പറയൂ, ഞാൻ ഇട്ട് തന്നേക്കാം. ഓക്കെ. PMGSY റോഡുകളുടെ പരിപാലന ചുമതല അല്ലെങ്കിൽ മെയിന്റനൻസ് ചാർജ് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അതത് സംസ്ഥാന സർക്കാരുകൾക്ക് തന്നെയാണെന്ന് ഓർക്കുക. ഇപ്പൊ 2028 മാർച്ച് വരെയാണ് പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതിയുടെ കാലാവധി എന്ത് ചെയ്തിരിക്കുന്നത്? ദീർഘിപ്പിച്ചിരിക്കുന്നത്. ഓർക്കുമല്ലോ. അപ്പൊ ഗ്രാമീണ റോഡ് വികസനത്തിനായുള്ള പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയുടെ 3ാം ഘട്ടം അവസാനിക്കേണ്ടത് എന്നായിരുന്നു? 2025 മാർച്ച്, 2026 മാർച്ച് അല്ല, 25 മാർച്ചിൽ അവസാനിക്കേണ്ടതായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ മാസം 18-ന് ക്യാബിനറ്റ് യോഗം ചേരുകയും അത് 2028 മാർച്ച് വരെ ദീർഘിപ്പിക്കുകയും ചെയ്തു. സെറ്റ് അല്ലേ? ഇനി ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് 2026 നടക്കാനിരിക്കുന്ന 52ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെയാ കുട്ടികളെ? താഴെ നിന്ന് കമന്റ് ചെയ്യോ. രാജ്യം പറഞ്ഞാൽ മതി, സ്ഥലം പറയണമെന്നില്ല. രാജ്യം പറഞ്ഞാൽ മതി. 2026 52ാമത് G7 ഉച്ചകോടിയുടെ വേദി എവിടെ? ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം.
2047 ഇന്ത്യയുടെ ആണവോർജ ഉൽപാദന ശേഷി, അതായത് ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി, എത്ര ജിഗാവാട്ടായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്? നല്ലൊരു ചോദ്യം. 100 ജിഗാവാട്ട്. 100 ജിഗാവാട്ടായി വർദ്ധിപ്പിക്കാനാണ് 2047 ലക്ഷ്യമിടുന്നത്. അപ്പൊ 2047 ഇന്ത്യയുടെ ആണവോർജ ഉൽപാദന ശേഷി എത്ര ജിഗാവാട്ട്? 100 ജിഗാവാട്ടായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. അപ്പൊ ഇപ്പോ നിലവിൽ 8.8 ജിഗാവാട്ടിൽ നിന്നും 2047 ഇന്ത്യയുടെ ആണവോർജ ശേഷി 100 ജിഗാവാട്ടായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായി സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയാണ് പ്രഖ്യാപിച്ചത്. 8.8ൽ നിന്നും 100 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിലവിലുള്ളതിന്റെ 10 ഇരട്ടിയിലധികം വർധനവ് വരുത്താനാണ് ലക്ഷ്യമിടുന്നത്. ഇപ്പോഴെങ്ങും അല്ല, 2047 ആകുമ്പോൾ. ഓക്കെ, അടുത്ത ചോദ്യം ഒരു നിയമനമാണ്. 2 ദിവസം മുന്നേ നടന്ന നിയമനം. രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, അതായത് രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്. സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ കമ്പനി LGS പ്രിലിംസ് ആൻഡ് മെയിൻസ് ബാച്ചിന്റെ കാര്യം മറക്കണ്ട. അഡ്മിഷൻ ഓപ്പൺ ആണ്. എത്രയും വേഗം തന്നെ കയറി സെറ്റ് ആയിക്കോളാം, അഡ്മിഷൻ എടുത്തോളാം. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ, അതായത് മൊത്ത GDPയുടെ 25% തങ്ങളുടെ ബാലൻസ് ഷീറ്റ് വലിപ്പം വർദ്ധിപ്പിക്കാൻ 2030 ലക്ഷ്യമിടുന്ന ബാങ്ക് ഏതാണ്? SBI ആണ് ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 25% തങ്ങളുടെ ബാലൻസ് ഷീറ്റ് 25% ആയി തങ്ങളുടെ ബാലൻസ് ഷീറ്റ് വലിപ്പം വർദ്ധിപ്പിക്കാൻ 2030 SBI ലക്ഷ്യമിടുന്നു എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ SBI ആണ്. 2030 അവരുടെ ബാലൻസ് ഷീറ്റ് ആണ് രാജ്യത്തിന്റെ GDPയുടെ 25% വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. നിലവിൽ ഇത് എത്ര ശതമാനമാണെന്ന് അറിയാവോ? 20%. 20%. അടുത്ത ചോദ്യം ഒരു സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റം ആണ് പ്രജ്ഞ എന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അടുത്തിടെ ലഭിച്ച തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റത്തിന്റെ പേരെന്താ? പ്രജ്ഞ. അപ്പൊ സുരക്ഷാ ഏജൻസികൾക്ക് തത്സമയ വിവരങ്ങൾ നൽകി തീരുമാനം എടുക്കുന്നത് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു സാറ്റലൈറ്റ് ഇമേജിംഗ് സംവിധാനമാണ് പ്രജ്ഞ. ഇത് 2026 ഏപ്രിൽ മാസമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത്, പ്രജ്ഞ എന്ന സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റം. ഓക്കെ, അടുത്തത് ഒരു ബില്ലാണ്, ഒരു ഭേദഗതി ബില്ല്. ചെറുകിട നിയമ ലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനും വേണ്ടി ലോക്സഭയിൽ അടുത്തിടെ ഒരു ബില്ല് പാസാക്കി. ആ ബില്ലിന്റെ പേരാണ് ജൻവിശ്വാസ് ഭേദഗതി ബില്ല്. ജൻവിശ്വാസ് ഭേദഗതി ബില്ലിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ചെറുകിട നിയമ ലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനും വേണ്ടി. അടുത്തതും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആർട്ടമിസ് ദൗത്യം നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ താഴെ പറയൂ, നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത എന്ന റെക്കോർഡിന് ഉടമയായത് ക്രിസ്റ്റീന കോച്ച്. ആർട്ടമിസ് ദൗത്യത്തിൽ ഉണ്ടായിരുന്ന വനിതയാണ് ക്രിസ്റ്റീന കോച്ച്. ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത. അടുത്തതും ഒരു വെബ്സൈറ്റ് ആണ്, സജേദ് എന്ന വെബ്സൈറ്റ്. അനധികൃതമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളെയും കമ്പനികളെയും കുറിച്ച് പരാതി നൽകാനും വിവരങ്ങൾ അറിയാനുമായി RBI ആരംഭിച്ച വെബ്സൈറ്റിന്റെ പേരാണ് സജേദ്. അനധികൃതമായി നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളെയും കമ്പനികളെയും കുറിച്ച് പരാതി നൽകാനും വിവരങ്ങൾ അറിയാനും വേണ്ടിയിട്ട് RBI ഒരു വെബ്സൈറ്റ് ആരംഭിച്ചു. അതിന്റെ പേരാണ് എന്ത്? സജേദ് എന്ന വെബ്സൈറ്റ്. സജേദ്. IMFന്റെ ബോർഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? അത്രയും മാത്രം ഓർത്താൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ ഇന്ത്യ 6. മുന്നേ ഇത് 4ാം സ്ഥാനത്തായിരുന്നു, ഇപ്പോ 6ാം സ്ഥാനത്തായേ. ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരത്തിന് മലയാളത്തിൽ അർഹയായ എഴുത്തുകാരി ആരാണ്? ജിൻഷാ ഗംഗ. ജിൻഷാ ഗംഗയ്ക്കാണ് ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ യുവ പുരസ്കാരം മലയാളത്തിൽ നിന്നും ലഭിച്ചത്. ആർക്കാണ്? ജിൻഷാ ഗംഗ. ജിൻഷാ ഗംഗ. അപ്പോ ഇന്ത്യ 6th പൊസിഷനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ. നേരത്തെ അത് 4th ആയിരുന്നു, ഇപ്പൊ 6th ആയി. ഓക്കെ, അടുത്ത ചോദ്യം. അടുത്തത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓസ്ട്രേലിയൻ ആർമിയുടെ മേധാവിയായ പ്രഥമ വനിത ആര്? നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു.
ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിലാണ്. ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിലാണ് ഓസ്ട്രേലിയൻ ആർമിയുടെ മേധാവിയായ പ്രഥമ വനിത. ഓസ്ട്രേലിയൻ ആർമിയുടെ മേധാവിയായ പ്രഥമ വനിത. ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷയുടെ പേരാണ് രഞ്ജന പ്രകാശ് ദേശായി. രഞ്ജന പ്രകാശ് ദേശായി ആണ് ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ. രഞ്ജന പ്രകാശ് ദേശായി. രഞ്ജന പ്രകാശ് ദേശായി. ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ടെന്നീസ് താരം ആര്? കാർലോസ് അൽക്കാരസ്. കാർലോസ് അൽക്കാരസ് ആണ് ഇൻഫോസിസിന്റെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ടെന്നീസ് താരം. ആരാണ്? കാർലോസ് അൽക്കാരസ്. ഛത്തീസ്ഗഡിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ആരാ? രഞ്ജന പ്രകാശ് ദേശായി. രഞ്ജന പ്രകാശ് ദേശായി. ഓക്കെ, അടുത്തത് ഒരു പദ്ധതിയാണ് ആരോഗ്യ വൻ എന്ന പദ്ധതി. എന്താണ് ലക്ഷ്യം? ദേശീയ പാതയോരത്തെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതി. അപ്പൊ പാതയോരം, ദേശീയ പാതയോരം എന്ന് പറയുമ്പോൾ ദേശീയ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതി ആയിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ പേരെന്താണ്? ഇമ്പോർട്ടന്റ് ആണ്, ആരോഗ്യവൻ. ആരോഗ്യവൻ. അടുത്ത ന്യൂസ് പേപ്പർ നിങ്ങൾ വായിച്ച കാര്യമായിരിക്കും. ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക തലസ്ഥാനം ഇപ്പോൾ ഏതാണ്? അമരാവതി. അമരാവതിയാണ് ആന്ധ്രാപ്രദേശിന്റെ ഔദ്യോഗിക തലസ്ഥാനം. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഇത്രയും ചോദ്യം കിട്ടിയല്ലോ. അമരാവതി ഔദ്യോഗിക തലസ്ഥാനം, ആരോഗ്യവൻ, കാർലോസ് അൽക്കാരസ്, രഞ്ജന പ്രകാശ് ദേശായി ഛത്തീസ്ഗഡ് ഏകീകൃത സിവിൽ കോഡ്, ലഫ്റ്റനന്റ് ജനറൽ സൂസൻ കോയിൽ ഓസ്ട്രേലിയൻ ആർമിയുടെ മേധാവിയായ പ്രഥമ വനിത, ജിൻഷ ഗംഗ ഭാരതീയ ഭാഷാ പരിഷത്ത്, ലോകശക്തികളിൽ 6th ഇന്ത്യ, സജേദ്. സജേദ് എന്ന RBIയുടെ വെബ്സൈറ്റ് ആണ്. ക്രിസ്റ്റീന കോച്ച് ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുന്ന വനിത. ജൻവിശ്വാസ് ഭേദഗതി ബില്ല് കിട്ടി. പ്രജ്ഞ എന്നത് ഇന്ത്യക്ക് കിട്ടിയ സാറ്റലൈറ്റ് ഇമേജിംഗ് സിസ്റ്റം ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ GDPയുടെ കാര്യം ഓർക്കുക. പിന്നെ നമ്മുടെ കോഴ്സിന്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. രാജ്യസഭ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് 100 ജിഗാവാട്ട് ആണ് ന്യൂക്ലിയർ പവർ കപ്പാസിറ്റി ഉയർത്താൻ പോകുന്നത്. 2028 മാർച്ച് വരെയാണ് സഡക് യോജന കാലാവധി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. സഞ്ജയ് ഖന്ന BPCLന്റെ MD ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ഇനി ഓപ്പറേഷൻ ഹിമസേതു വടക്കൻ സിക്കിമിലുണ്ടായ മണ്ണിടിച്ചിലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി G കൃഷ്ണകുമാർ NFDCയുടെ പാർട്ട് ടൈം ചെയർമാൻ. ഓക്കെ, അപ്പോ VFA BEFCO LD ബാച്ചും അഡ്മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ മൺഡേ മെയിൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ലഡാക്കിൽ പെട്രോഗ്ലിഫ് കൺസർവേഷൻ പാർക്ക് 2% ആണ് DADR കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഉയർത്തിയത്. ഓക്കെ, അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ yes എന്ന് താഴെ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ ഇടയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും താഴെ ഒന്ന് കമന്റ് ചെയ്തിരിക്കാം. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.